ഇന്ത്യൻ ഫോറിൻ പോളിസിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യയുടെ വിദേശ നയം. അപ്പോൾ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പിതാവ് ആരാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പിതാവ്, ശില്പി എന്നറിയപ്പെടുന്നത്. ഇനി എന്താ വിദേശ നയം എന്ന് വെച്ചാൽ, ഫോറിൻ പോളിസി എല്ലാ സ്വതന്ത്ര രാജ്യങ്ങൾക്കും വിദേശ നയങ്ങളുണ്ട്. ആഭ്യന്തരത്തിൻ്റെ വികസിത രൂപമാണിത് ഒരു രാഷ്ട്രത്തിൻ്റെ വിദേശ നയം എന്ന് പറയുന്നത്. മറ്റു രാഷ്ട്രങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്നതിനും സ്വന്തം പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര സാഹചര്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തുന്നതിനും വേണ്ടി രാഷ്ട്രങ്ങൾ അവലംബിക്കുന്ന പ്രവർത്തന ശൈലിയാണിത് വിദേശ നയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിദേശ നയത്തിൻ്റെ കുറച്ച് തത്വങ്ങളുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫോറിൻ പോളിസി. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് വെച്ചാൽ പഞ്ചശീലം, പിന്നെ ചേരിചേരാ നയം ഒക്കെയാണ് പറയുന്നത്. നമുക്ക് പഞ്ചശീലം എന്താണെന്ന് നോക്കാം. പഞ്ചശീലം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചശീല തത്വങ്ങളാണ്. 1954 ഏപ്രിലുണ്ടായ ഇന്ത്യ ചീന ഉടമ്പടിയിലാണ് പഞ്ചശീലം ആദ്യമായി നിർവചിക്കപ്പെട്ടത്. ഓരോ രാജ്യത്തിൻ്റെയും പ്രാദേശിക അതിർത്തിയും പരമാധികാരവും അന്യോന്യം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, പിന്നെന്താ, ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര ബഹുമാനവും ഉണ്ടാവുക, പിന്നെന്താണ്, സമാധാനപരമായ സൗഹാർദ്ദത്വം എന്നിവയാണ് 5 തത്വങ്ങളായിട്ട് പറയുന്നത്. ഇനി നോൺ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സൈനിക സഖ്യങ്ങൾ, ചേരിചേരാ നയം, നോൺ അലൈൻമെൻറ്റ്, സൈനിക സഖ്യങ്ങൾ, ഉടമ്പടികൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ചേരിചേരായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൻ ശക്തികളുടെ സ്വാധീനമോ സമ്മർദ്ദമോ ഒന്നും കൂടാതെ ഓരോ പ്രശ്നത്തെയും സ്വതന്ത്രമായൊരു കാഴ്ചപ്പാടിൽ കാണുകയും സ്വന്തം നിലയിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നത് ചേരിചേരായ്മയുടെ അന്തസ്സത്തെയാണ്. അപ്പോൾ ചേരിചേരാ നയം നിഷേധാത്മകമായൊരു നയമല്ല. അന്താരാഷ്ട്ര തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നല്ല അതിനർത്ഥം. സത്യവും നീതിയും എവിടെ എന്നറിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നിൽക്കാനാണ് പറയുന്നത്. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ തീരുമാനമെടുക്കണമെന്നാണ് ചേരിചേരാ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മേജർ കൺസേൺ നോക്കാം. ഇത് നമ്മുടെ വിദേശ നയത്തിൻ്റെ മേജർ കൺസേൺ, ലോകം ഏകധ്രുവമായി തീർന്നു, സൈനിക സഖ്യങ്ങൾക്കെല്ലാം മാറ്റം വന്നു, ആഗോളവൽക്കരണത്തിൻ്റെ യുഗമാണ് പിന്നീട് വന്നത്. ഇന്ത്യയുടെ വിദേശ നയങ്ങൾക്കും ഇതോടെ പല മാറ്റങ്ങളും ഉണ്ടായി. പഴയ കാല ബന്ധങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ പുതിയ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ സമാധാനപരമായ സഹവർത്തിത്വം കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? ഇത് ഫോറിൻ പോളിസിയിൽ പീസ്ഫുൾ ഓഫ് കോഴ്സ് എക്സിസ്റ്റൻസ്, എല്ലാ രാഷ്ട്രങ്ങളും എല്ലാത്തര ഗവൺമെൻറ്റുകളും സമാധാനപൂർവ്വം പ്രവർത്തിക്കണമെന്നാണ് സഹവർത്തിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തങ്ങളുടെ ഭരണസമ്പ്രദായം എങ്ങനെയാവണം, സാമ്പത്തിക നയങ്ങൾ എന്താവണം എന്ന് തീരുമാനിക്കുന്ന ഓരോ രാജ്യത്തിനും അവകാശമുണ്ട്. ഓക്കെ, അതൊക്കെയാണ് അതിൽ വരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ അംഗത്വത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമായിരുന്നു. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ പല പ്രാവശ്യം ഇന്ത്യ താൽക്കാലിക അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇന്ത്യ UNO സഹായിച്ചിട്ടുണ്ട്. ലോകത്തിലെ ജനസംഖ്യയുടെ 1/7 ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്ക് രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്തിനുള്ള അവകാശമുണ്ട്. ഇന്ത്യ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ 51ാം സ്ഥാപകങ്ങളിൽ ഒരാളാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അന്നു മുതൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ പങ്കെടുക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ വൻ ശക്തികൾ തമ്മിലുള്ള സംഘർഷം കുറച്ച് സമാധാനപരമായ സൗഹാർദ്ദത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും അന്തരീക്ഷം വളർത്തി അന്താരാഷ്ട്ര സമാധാനം സുരക്ഷിതത്വവും പാലിക്കുന്നതിനുള്ളൊരു വേദിയായിട്ടാണ് ഇന്ത്യ UN കാണുന്നത്. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സ്ഥാപന ശ്രമങ്ങളിലും ഇന്ത്യ പങ്കാളിയാകാറുണ്ട്. ലോക സമാധാനം കൈവരിക്കുന്നതിനുള്ള ഒരു ഏജൻസി ആയിട്ടാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയെ കാണുന്നത്. ലോകത്തിൻ്റെ സന്തുലിത വികസനവും സമാധാനവും നേടിയെടുക്കാൻ എല്ലാ ലോക രാഷ്ട്രങ്ങളെയും കോർത്തിണക്കുന്നതിനുള്ള ഒരു പൊതുവേദിയായി ഇന്ത്യ ഐക്യരാഷ്ട്രസഭയെ സ്വീകരിച്ചു.
സഭയിൽ പുതിയ രാഷ്ട്രങ്ങൾക്ക് പ്രവേശനം നൽകുന്നത് സംബന്ധിച്ച സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ 1955 ഇന്ത്യ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ചൈനയ്ക്ക് രക്ഷാസമിതിയിൽ സ്ഥിര അംഗത്വം നൽകുന്നതിലും ഇന്ത്യ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ഇന്ത്യക്ക് നിരവധി തവണ കിട്ടിയിട്ടുണ്ട്. 1953 ശ്രീമതി വിജയലക്ഷ്മി പണ്ഡിറ്റ് ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. 1954 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തെയും ഇന്ത്യ പിൻവാങ്ങിയിട്ടുണ്ട്. 1948 കാശ്മീർ പ്രശ്നം ഇന്ത്യ യുഎന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൊറിയയിലെ തർക്കത്തിൽ 38ാം പാരലിൽ വെടിനിർത്തൽ രേഖയായി യുഎന്നിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിൽ ഇന്ത്യ നേതൃത്വം വഹിച്ചു. അപ്പോൾ യുഎന്നിൻ്റെ സമാധാന പാലസേനയിൽ പങ്കാളികളാകുന്നതിന് ഇന്ത്യ സ്വന്തം സൈന്യത്തെ ആക്കിയുണ്ടായി. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ചെലവിൽ നിർവഹിക്കുന്നതിൽ അർഹമായ വിഹിതം ഇന്ത്യ എല്ലായ്പ്പോഴും നൽകിയിട്ടുണ്ട്. ഒരു പുതിയ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമവും ന്യൂക്ലിയർ നിരായുധീകരണവും കൈവരിക്കുന്നത് ഇന്ത്യ ഇന്ന് ലക്ഷ്യമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പറയുന്ന പോയിന്റ്സ്.